Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പിണറായി സർക്കാർ പ്രതിക്കൂട്ടിലാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ബ്ലോക്ക് തല UDF സ്ഥാനാർത്ഥി സംഗമവും പ്രകടന പത്രികാ പ്രകാശനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല കേരള ജനതയുടെ വികാരമാണ്. അത് തകർക്കാൻ ശ്രമിക്കുന്നവരെ കരുതിയിരിക്കണം. ശബരിമല വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ പിണറായി വിജയൻ ആദ്യം ആചാരലംഘനം നടത്താൻ യുവതികളെ മല കയറ്റി. ഇതിനു പിന്നാലെയാണ് അയ്യപ്പനെ തന്നെ അടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നത്. അയ്യപ്പന്റെ സ്വർണം കട്ട് ജയിലിലായ പാർട്ടി നേതാക്കളെ തള്ളിപ്പറയാതെ അവരെ സംരക്ഷിക്കാനാണ് CPM നേതൃത്വം ശ്രമിക്കുന്നതെന്നും പയ്യന്നൂർ ബ്ലോക്ക് തല UDF സ്ഥാനാർത്ഥി സംഗമവും പ്രകടന പത്രികാ പ്രകാശനവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KC വേണുഗോപാൽ MP പറഞ്ഞു. ശബരിമലയെ കുറിച്ച് പറഞ്ഞല്ലോ, അത് തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമാണോ? 2019 നടന്ന നിങ്ങൾക്കറിയാം, യുവതി പ്രവേശനത്തിന്റെ പേരിൽ വെല്ലുവിളിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അന്ന് സുപ്രീം കോടതി വിധി വന്നപ്പോൾ അദ്ദേഹം പത്രസമ്മേളനം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. അദ്ദേഹം നിർബന്ധിച്ച് 2 പേരെ, വിശ്വാസമില്ലാത്തവരെ 2 പേരെ അങ്ങോട്ട് പിടിച്ച് കയറ്റാൻ ശ്രമിച്ച പരിശ്രമം ശബരിമലയോടായിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, വൈകുന്നേരം 43 ദിവസത്തെ വ്രതമെടുത്തിട്ട് ശബരിമലയിൽ അയ്യപ്പനെ കാണാൻ പോകുന്നവരിൽ ആ ശ്രീകോവിലിന്റെ മുമ്പിൽ അയ്യപ്പനെ കാണുന്ന 30 സെക്കൻഡാണ്. നമ്മളൊക്കെ കാണാറുണ്ട്. ചിലപ്പോൾ 2 ദിവസം ക്യൂ നിൽക്കുന്നു, ചിലപ്പോൾ 1 ദിവസം മുഴുവൻ ക്യൂ നിൽക്കുന്നു. ആ കാണുന്നത് എന്നിട്ടും ആ 30 സെക്കൻഡ് ശ്രീകോവിൽ കാണാനാണ് ഈ ത്യാഗങ്ങളെല്ലാം ശ്രമിച്ച് സ്വാമിമാർ അയ്യപ്പന്മാർ അവിടെ ചെന്നിട്ടുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയരാജ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, നേതാക്കളായ ബാലകൃഷ്ണൻ പെരിയ, രജിത്ത് നാറാത്ത്, അഡ്വക്കേറ്റ് K. ബ്രിജേഷ് കുമാർ, KT സഹദുള്ള, MK രാജൻ, AP നാരായണൻ, അഡ്വക്കേറ്റ് റഷീദ് കവായി, SA ഷുക്കൂർ ഹാജി, B. സജിത് ലാൽ, MB ഉണ്ണികൃഷ്ണൻ, A. രൂപേഷ്, VK ഷാഫി, KK അഷറഫ്, P. രത്നാകരൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, M. പ്രദീപ് കുമാർ, പിലാക്കൽ അശോകൻ, KT ഹരീഷ് എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KSTP റോഡിൽ ചെറുതാഴം അമ്പലം റോഡിന് സമീപം KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടം. കാർ ഡ്രൈവർക്ക് പരിക്ക്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം നടന്നത്. പിലാത്ര ഭാഗത്തു നിന്നും പഴയങ്ങാടി ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. കാർ തിരിക്കുന്നതിനിടെയാണ് അപകടം നടന്നത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ പരിക്കേറ്റ കാർ ഡ്രൈവറെ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കാർ ഡ്രൈവർ അശ്രദ്ധമായി കാർ തിരിച്ചതാകാം അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. KSRTC ബസ് പയ്യന്നൂരിൽ നിന്ന് കണ്ണൂരേക്ക് പോവുകയും അമ്പൽ റോഡിലെ ജംഗ്ഷനിൽ ഒരു വണ്ടി പെട്ടെന്ന് വലതുവശത്തേക്ക്, ഇടതുവശത്തുണ്ടായ വണ്ടി പെട്ടെന്ന് വലതുവശത്തേക്ക് തിരിക്കുകയും ചെയ്തു. അപ്പോൾ അയാൾ നിയന്ത്രണം കൺട്രോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് KSRTC ഇരുതരം പണിയെടുത്തത്. KSRTCയുടെ ഇടപെടലിൽ നല്ല രീതിയിൽ, അതുകൊണ്ട് വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. വാഹന ഡ്രൈവർമാരുടെ അശ്രദ്ധ KSTP റോഡിൽ അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായിപ്പാറയിൽ വൻ തീപിടുത്തം. ജൈവവൈവിധ്യങ്ങളും പുൽമേടുകളും കത്തിച്ചാമ്പലായി. മാടായി കോളേജിലെ 5 BBA വിദ്യാർത്ഥികളുടെ മാതൃകാപരമായ ഇടപെടലാണ് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തീ പടരുന്നത് തടഞ്ഞത്. മാടായിപ്പാറയിലെ തെക്കിനാക്കൽ കോട്ടയുടെ സമീപത്താണ് തീപിടുത്തമുണ്ടായത്. ഏക്കർ കണക്കിന് പുൽമേടുകൾ അഗ്നിക്കിരയായി. അപൂർവ ഇനം പൂമ്പാറ്റകളും സസ്യജന്തു വൈവിധ്യങ്ങളും അഗ്നിക്കിരയായി.
ആ വഴിയിട്ട് കാര്യമില്ല അവനെ. തെക്കിനാക്കൽ കോട്ടയുടെ കുന്നിൻ ചെരുവുകളിലാണ് തീ ആദ്യം പടർന്നത്. തുടർന്ന് മാടായിപ്പാറയിലേക്കും വ്യാപിച്ചു. ശക്തമായ കാറ്റ് തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ കാരണമായി. സംഭവം അറിഞ്ഞ് എത്തിച്ചേർന്ന മാടായി കോളേജിലെ BBA 3ാം വർഷ വിദ്യാർത്ഥികളായ 5 വിദ്യാർത്ഥികളുടെ മാതൃകാപരമായ ഇടപെടലാണ് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തീ പടരുന്നത് തടഞ്ഞത്. മരക്കൊമ്പുകളുമായി എത്തി തീയണയ്ക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ഇവർ മുന്നോട്ടിറങ്ങി. വിദ്യാർത്ഥികളായ ഫർഹാൻ കെ, അജ്നാസ് പി, മുർഷീദ് റഷീദ്, നിവേദ് PP, ഋതുനന്ദ് കെ എന്നിവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. പയ്യന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ശബരിമലയിലെ സ്വർണം കട്ടെടുത്ത CPM-നും LDF-നും സമൂഹത്തിലിറങ്ങി എങ്ങനെ വോട്ട് ചോദിക്കാൻ കഴിയുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ചെറുവത്തൂരിൽ UDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണ്ണക്കടത്ത് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം കൂടി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും KC വേണുഗോപാൽ MP പറഞ്ഞു. UDF ചെയർമാൻ പൊറായ്ക്ക് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, KPCC ജനറൽ സെക്രട്ടറിമാരായ K നീലകണ്ഠൻ, ഹക്കിം കുന്നിൽ, DCC പ്രസിഡന്റ് PK ഫൈസൽ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ജനറൽ സെക്രട്ടറിമാരായ KV സുധാകരൻ, ടോമി പ്ലാച്ചേരി, സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കരുവാച്ചേരി, UDF സ്ഥാനാർത്ഥികളായ കരിമ്പിൽ കൃഷ്ണൻ, VM സാന്ദ്ര, പഞ്ചായത്ത് UDF കൺവീനർ DM സുകുമാരൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TC റഹ്മാൻ, KV ഗംഗാധരൻ, PV ഉമേശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. LDF കേരളത്തിലെ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളിലും ഈ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ അഭിപ്രായപ്പെട്ടു. വലിയപറമ്പ് പഞ്ചായത്ത് LDF റാലി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് പൂനെയിൽ സാമ്പിളുകൾ അയക്കേണ്ടി വന്നു. നാം തോന്നക്കലിൽ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു. അതിപ്പോ ഇന്റർനാഷണൽ നിലവാരത്തിലെത്തി. ഇന്ത്യ രാജ്യത്തെ വാട്ടർ മെട്രോ കേരളത്തിൽ. ചടങ്ങിൽ കാരണത്ത് മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. LDF പ്രകടന പത്രിക CV കണ്ണന് നൽകി പ്രകാശനം ചെയ്തു. P വിജയകുമാർ, P കരുണാകരൻ, P കുഞ്ഞിക്കണ്ണൻ, VV ഉത്തമൻ, P ശ്യാമള, CV നാരായണൻ, PP പ്രസന്നകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. മുന്നോടിയായി പട്ടേൽ കടപ്പുറത്ത് നിന്നും വലിയപറമ്പ് കോർണിഷ് ബീച്ചിലേക്ക് റാലിയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെയും ജില്ലാ ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ ഹരിതഭൂമിയിലേക്കായി ഗ്രീൻ ബാലറ്റ് പരിപാടിയും റാലിയും നടത്തി. ശുചിത്വ മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ എൽന ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഹരിത തെരഞ്ഞെടുപ്പ് സന്ദേശം കൈമാറാൻ ബാലറ്റ് പെട്ടിയിൽ നാട്ടുകാർ വോട്ട് രേഖപ്പെടുത്തി നിക്ഷേപിച്ചു. ശുചിത്വ മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ എൽന ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് PV രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ റിസോഴ്സ് പേഴ്സൺ E മോഹനൻ ഹരിത ഇലക്ഷൻ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. പ്രധാനാധ്യാപിക ലിൻഡാമ ജോൺ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി PK സജിത, ഹെൽത്ത് ഇൻസ്പെക്ടർ VV ജ്യോതി, റിസോഴ്സ് പേഴ്സൺ M സുജന, T അഷിത, ലതീഷ് പുതിയടത്ത്, KV ചിത്രലേഖ, RP അസ്കർ, പോലീസ് ഉദ്യോഗസ്ഥരായ മനോജ് കാനായി, VV സൗമ്യ, സീനിയർ കേഡറ്റ് PV കാർത്തിക എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഭിന്നശേഷി കുട്ടികൾക്കായി പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയ ബിഗ് ക്യാൻവാസ് ശ്രദ്ധേയമായി. വർണ്ണങ്ങളുടെ വലിയ ആകാശത്ത് ചിറക് വിരിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാടായി BRCയുടെ നേതൃത്വത്തിൽ ബിഗ് ക്യാൻവാസ് ഒരുക്കിയത്. പ്രശസ്ത ചിത്രകാരൻ വർഗീസ് കളത്തിൽ ചിത്രം വരച്ച് അധ്യാപകനും മികച്ച ഗായകനുമായ P സുബേർ ഗാനമാലപിച്ചുമാണ് ബിഗ് ക്യാൻവാസ് ഉദ്ഘാടനം ചെയ്തത്. വലിയ സാധ്യതകളുള്ള ഈ ലോകത്ത് വിഭിന്നശേഷിക്കാരായ കുരുന്നുകൾക്ക് ചിറകു വിരിച്ച് പറക്കാനാകണമെന്ന ആശയം അദ്ദേഹം വരയിലൂടെ പകരുകയായിരുന്നു. അവരുടെ കഴിവുകൾ കണ്ടെത്തണം, അതിനെ പ്രോത്സാഹനം നൽകി അതിൽ പടർന്നുകയറാൻ അനുവദിക്കണം. അങ്ങനെയൊരു വലിയ ലോകമാണ് അവർക്കായി നാം നൽകേണ്ടതെന്ന് വർഗീസ് കളത്തിൽ പറഞ്ഞു. നാളെ നടക്കുന്ന ഭിന്നശേഷി വാചാരണത്തിന്റെ ഭാഗമായി മാടായി BRC സംഘടിപ്പിച്ച വിളംബര ജാഥയുടെ സമാപന പരിപാടിയാണ് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നടക്കുന്നത്.
അതിൻ്റെ ഭാഗമായി ഈ ആശയം വിളംബരം ചെയ്യുന്ന ഒരു വലിയ കാൻവാസ് നിർമ്മിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഒരു ചിത്രത്തിലൂടെ എങ്ങനെയാണ് ഈ ഭിന്നശേഷി കൂട്ടുകാരെ നമ്മൾ ചേർത്ത് നിർത്തുക എന്ന സന്ദേശം അറിയിക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ഉദ്ദേശം. ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി മാടായി BRC ആണ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയത്. വിളംബര ഘോഷയാത്രയും നടന്നു. BPC K രഞ്ജിത്ത്, സുബേർ S, ജീവാനന്ദ് SA, KV സജിത്ത്, വിദ്യ K, ബബിത K പീറ്റർ, ജിജിന അൽഫോൺസ, ശ്രീഹർഷ N തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മേളപ്പെരുക്കം തീർത്ത് ശബരിനാഥിന് വീണ്ടും സംസ്ഥാന തലത്തിൽ നേട്ടം. തിരൂരിൽ നടന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ചെണ്ടമേളത്തിലെ ഗ്രേഡോടെ വിജയിച്ച ശബരി ഇപ്പോൾ നാട്ടിലെ താരമാണ്. അതിയടത്തെ PT ശബരിനാഥിന്റെ മേളത്തോടുള്ള പ്രിയം കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചതോടെയാണ് ഈ രംഗത്ത് കഴിവ് തെളിയിക്കാൻ ശബരിനാഥിന് സാധിച്ചത്. മാടായി BRCയിൽ ശബരി 6 വർഷം മുൻപ് പഠിക്കവേ ഒരു പരിപാടിക്ക് കൊണ്ടുവന്ന ചെണ്ട കണ്ട് ഇഷ്ടം തോന്നി ചെണ്ടമേൽ കൈവച്ച് താളം പിടിച്ചു. കൊട്ടുന്ന ശബ്ദം കേട്ട് പോയി നോക്കിയപ്പോൾ നല്ല രീതിയിൽ താളം പിടിക്കുന്നത് കണ്ട അന്നത്തെ BPC രാജേഷ് കടന്നപ്പള്ളി ആ രംഗം വീഡിയോയിൽ പകർത്തി MLA ആയിരുന്ന TV രാജേഷിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് ക്ഷേത്രകലാ അക്കാദമിയും BRCയും ചേർന്ന് വിജിൻകാന്ത് വയലപ്രയുടെ ശിക്ഷണത്തിൽ ചെണ്ട പരിശീലനം തുടങ്ങി. 2022 മണ്ടൂരിൽ നടന്ന സംസ്ഥാന ക്ഷേത്രകലാ അവാർഡ് ദാന ചടങ്ങിൽ ചെണ്ടമേളം നടത്തിയ ശബരിക്ക് ദേവസ്വം മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണനും വാദ്യകുലപതി പെരുവനം കുട്ടന്മാരാരും ചേർന്ന് ഉപഹാരം നൽകിയിരുന്നു. നാടോടി നൃത്തത്തിലും പഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിൽ ശബരിനാഥ് ഒന്നാമനായി. കൊച്ചിയിൽ നടന്ന ഡൗൺ സിൻഡ്രോം നാഷണൽ ഗെയിംസിൽ ഷോട്ട്പുട്ടിൽ സ്വർണ്ണ മെഡലും 50 മീറ്റർ ഓട്ടമത്സരത്തിൽ വെള്ളി മെഡലും നേടി. തലശ്ശേരിയിൽ നടന്ന കേന്ദ്ര സർക്കാരിന്റെ മഴവിൽ പരിപാടിയിൽ പങ്കെടുത്തു. കഴക്കൂട്ടത്ത് മുതുകാടിന്റെ റെയിൽവേ മാജിക് പ്ലാന്റിൽ സമോഹൻ എന്ന പേരിൽ ചെണ്ടമേളം നടത്തി. ഇന്ന് ശബരിയുടെ പിതാവ് എന്ന നിലയിലാണ് താൻ അറിയപ്പെടുന്നതെന്ന് പ്രജിത് കുമാർ പറയുന്നു. അച്ഛൻ വാങ്ങിക്കൊടുത്ത ചെണ്ടയിലാണ് ശബരിയുടെ താളം. ഇലക്ട്രീഷ്യനായ അച്ഛൻ പ്രജിത് കുമാറും അമ്മ VK വിനീതയും സഹോദരി നമിതയും ശബരിനാഥിന് എപ്പോഴും പ്രോത്സാഹനവുമായുണ്ട്. പരിയാരം സെന്റ് മേരീസ് സ്പെഷ്യൽ സ്കൂളിന് വേണ്ടിയാണ് ശബരി ചെണ്ടമേളത്തിൽ പങ്കെടുത്തത്. നിരവധി നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും കേരള സ്കൂൾ കലോത്സവങ്ങളിൽ ഉൾപ്പെടെ ഇത്തരം കുട്ടികൾക്ക് അവസരം നിഷേധിക്കുന്നു എന്ന പരിഭവവും ശബരിനാഥിന്റെ പിതാവ് പങ്കുവെക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. രാമപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ രഥോത്സവത്തിന്റെ ഭാഗമായി തിടമ്പ നൃത്തം അരങ്ങേറി. പ്രശസ്ത ദേവനർത്തകൻ വൈദ്യരമന കേശവൻ നമ്പൂതിരിയാണ് നൃത്തം അവതരിപ്പിച്ചത്. കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ കാണപ്പെടുന്ന ഒരു ആചാര നൃത്തമാണ് തിടമ്പ് നൃത്തം. ദേവന്റെ തിടമ്പ് ശിരസിലേറ്റി വാദ്യത്തിന്റെ താളത്തിനൊപ്പം നർത്തകൻ ചുവടുകൾ വെക്കുന്നു. ഭക്തി നിർഭരമായ തിടമ്പ് നൃത്തം കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിയത്. ഉത്സവത്തിന്റെ ഭാഗമായി ഗണപതി ഹോമം, മറ്റ് പൂജാകർമ്മങ്ങൾ എന്നിവ നടന്നു. അത്താഴപൂജയ്ക്ക് ശേഷം കലാപരിപാടികളും നടന്നു. ഡിസംബർ 5 ദീപാരാധനയ്ക്ക് ശേഷം ഉത്തര കേരളത്തിൽ അപൂർവമായി കണ്ടുവരുന്ന രഥം വലി നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ മേളകളിൽ സംസ്ഥാന, ജില്ലാ, സബ് ജില്ലാ തലങ്ങളിൽ വിജയികളായവരെ അനുമോദിച്ചു. മലയാള, തമിഴ് സിനിമാ താരം അഭിരാമി ഭാർഗവൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവ, ശാസ്ത്ര, കായിക മേളകളിൽ സംസ്ഥാന, ജില്ലാ, സബ് ജില്ലാ തലങ്ങളിൽ വിജയികളായവരെ അനുമോദിച്ചു. മലയാള, തമിഴ് സിനിമാ താരം അഭിരാമി ഭാർഗവൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ
തുടർന്ന് പയ്യന്നൂർ കോളേജ് പഠിക്കുമ്പോഴും ലാസ്റ്റ് ഞാൻ ഒരുപാട് പ്രോഗ്രാമിൽ അവതരിപ്പിച്ച് വിജയം കൈവരിച്ചിട്ടുണ്ട്. ഞാൻ വിജയം കൈവരിക്കുന്നതല്ല പറഞ്ഞത്, അതിനപ്പുറത്തേക്ക് എനിക്ക് പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നിരവധി പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിലൂടെ തന്നെയാണ് എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയത് എൻ്റെ കലാലയ ജീവിതത്തിലേക്ക്. അപ്പോൾ ആ ഒരു കലാലയ ജീവിതത്തിന്റെ ഒരു ഓർമ്മകളാണ് എപ്പോഴും കലോത്സവത്തിന്റെ ആ ഒരു കാലഘട്ടം. അതെനിക്കിപ്പോൾ ഓർമ്മിക്കാൻ പറ്റുന്നുണ്ട്. വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ. PTA പ്രസിഡന്റ് PP പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. മദർ PTA പ്രസിഡന്റ് സുജിത അനീഷ്, KK ദീപക്, ശ്രീജ BN, ഫൈസ ബി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അഡ്വക്കേറ്റ് K സോമനാഥൻ അനുസ്മരണ ദിനാചരണം നടന്നു. പയ്യന്നൂർ LLA ലൈബ്രറി ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബാറിലെ സീനിയർ അഭിഭാഷകനും മുൻ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ പബ്ലിക് പ്രോസിക്യൂട്ടറും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ നേതാവുമായിരുന്ന അഡ്വക്കേറ്റ് K സോമനാഥൻ അനുസ്മരണ സമ്മേളനം നടന്നു. പയ്യന്നൂർ LLA ലൈബ്രറി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം സഹോദര തുല്യമായി പോയിട്ടുള്ള ജനാർദ്ദന കൊണ്ടാടുന്നതിലൂടെ പങ്കെടുത്തു. പിന്നെ കുറെ സന്ദേശമുള്ളവരാണ് പ്രധാനപ്പെട്ട അഭിഭാഷകർ. പ്രൊഫഷണലായും പല മത്സരങ്ങളും സ്വാഭാവികമായിട്ടും. അഡ്വക്കേറ്റ് K വിജയകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് K പ്രമോദ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് മുരളീധരൻ കുത്തൂർ, അഡ്വക്കേറ്റ് BP ശശീന്ദ്രൻ, അഡ്വക്കേറ്റ് വിനോദ് കുമാർ ചമ്പളോൻ, അഡ്വക്കേറ്റ് TV അജയ്കുമാർ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, അഡ്വക്കേറ്റ് KV ശശിധരൻ നമ്പ്യാർ, അഡ്വക്കേറ്റ് KK ശ്രീധരൻ, അഡ്വക്കേറ്റ് KV ഗണേശൻ, അഡ്വക്കേറ്റ് PV മധു, അഡ്വക്കേറ്റ് അമൽ PD തുടങ്ങിയവർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏഴോം നരിക്കോട് ഗവൺമെന്റ് UP സ്കൂളിന്റെ നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം SSK കണ്ണൂർ DPO ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി നിർവഹിച്ചു. നാടൻപാട്ട് കലാകാരൻ റംഷി പട്ടുവം ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുന്നുണ്ടെങ്കിലും വായനയ്ക്ക് അതൊന്നും ഒരു തടസ്സമാകരുതെന്ന നിശ്ചയദാർഢ്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് അധ്യാപകരുടെ മൂലധനത്തിൽ മാത്രം പിറവിയെടുത്ത മനോഹരവും സർഗാത്മകവുമായ ഈ അക്ഷരപ്പുര. വിദ്യാലയ ഗ്രന്ഥാലയം എങ്ങനെയായിരിക്കണമെന്നതിന്റെ അതുല്യ സാക്ഷ്യമാണ് വിദേശ രാജ്യങ്ങളിലെ ഗ്രന്ഥാലയ മാതൃകകളോട് കിടപിടിക്കുന്ന ഈ അക്ഷരലോകമെന്ന ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് SSK കണ്ണൂർ DPO ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി പറഞ്ഞു. നാടൻപാട്ട് കലാകാരൻ റംഷി പട്ടുവം ചടങ്ങിൽ മുഖ്യാതിഥിയായി. അത് നിങ്ങളുടെ മാത്രം അധ്വാനത്തിന്റെ ഭാഗമല്ല. വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ്. ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് ഇന്ന് ഇതുപോലെയുള്ള ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.